വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തന്റെ ഭാര്യ സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ വിട്ടുപോയി. എന്തോ ഒരു ക്ഷീണം ബാധിച്ച ഒരു വാർത്താ അവതരണമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര ക്ഷീണിതയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ അവരുടെ അളിയന്മാരൊക്കെ PM-മാരായിട്ടൊക്കെ തീരുമാനിക്കാൻ പോകുന്നു. ചില മന്ത്രിമാരൊക്കെ, കോൺഗ്രസ് മന്ത്രിമാരൊക്കെ അവരെ അളിയന്മാരെ, ഭാര്യയുടെ ആങ്ങളമാരൊക്കെ PM-മാരായിട്ട്, പേഴ്സണൽ അസിസ്റ്റന്റും മറ്റുമായിട്ടൊക്കെ നിയമിക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ഒരു 5 വർഷം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ഒരു 3 വർഷം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അളിയന് മാസം അത്യാവശ്യം നല്ല പെൻഷൻ കിട്ടും. അപ്പൊ അങ്ങനെ ജീവിക്കാൻ ഒരു വാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അനധികൃതമായിട്ട് നമ്മുടെ കേരളത്തില് VD സതീശൻ മേനോൻ ഗവൺമെന്റിലെ ഓരോരോ മന്ത്രിമാരും അളിയന്മാരെയും അനിയന്മാരെയും ഒപ്പം തന്നെ അങ്ങനെ അടുത്തടുത്ത ബന്ധുക്കളെയും ഇഷ്ടമുള്ളവരെയും ഒക്കെ PM-മാരായിട്ടും മറ്റൊക്കെ പോസ്റ്റുകളിലേക്ക് നിയമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ടാക്സ് എടുത്തുകൊണ്ട് ഇവന്മാര് അവരുടെ കുടുംബക്കാരെ സഹായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വാർത്ത വായിക്കുമ്പോൾ പലപ്പോഴും ഇത് ഏതെങ്കിലും CPM-കാരനാണെങ്കിൽ, ഏതെങ്കിലും കുട്ടപ്പന്മാരായിരുന്നെങ്കിൽ, സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഇവരുടെ അലർച്ച നമ്മൾ കേൾക്കാമായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള അലർച്ചയായിരിക്കും. ഏതെങ്കിലും കഥാപ്രസംഗത്തിൽ വായിക്കേണ്ട തരത്തിലുള്ള ഒരു വലിയ പ്രസംഗം ഇവരിരുന്നിട്ട് ഉറക്കെ അലറി വിളിക്കുന്നുണ്ടായിരിക്കും. CPM-കാരെ നെറുകെട്ട, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെറുകെട്ട അളിയൻ നിയമനത്തെ കുറിച്ചിട്ട് ഗംഭീരമായ വാഗ്ധോരണികൾ. ഒരുപക്ഷെ അതുവരെയും നമ്മൾ ഡിക്ഷണറിയിലൊന്നും തപ്പിയാൽ കിട്ടാത്ത തരത്തിലുള്ള വാക്കുകളൊക്കെ എടുത്തിട്ട് ഗംഭീരമായ വാച്ചോട്ടാപ്പം നമ്മൾ കാണേണ്ടി വന്നേനെ. പക്ഷേ എന്തു ചെയ്യാം, VD സതീശൻ മേനോൻ എന്ന് പറയുന്ന ആ ഒരു കോൺഗ്രസ് ഗവൺമെന്റിലെ ഒരു മന്ത്രിയാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരാണ് അത് ചെയ്തത് എന്നതിനാൽ അത്ര വലിയ രോഷത്തോടു കൂടിയൊന്നും ഈ വാർത്ത വായിക്കേണ്ടതില്ല എന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തീരുമാനിച്ചു കളയുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് ഇവർക്ക് ഇതൊക്കെ ഒരു സാധാരണ വാർത്തയായിട്ട്, ഒരു നോർമൽ വാർത്തയായിട്ട് മാറുന്നത്. CPM ഭരിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടുകയും, കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരവരുടെ അളിയന്മാരൊക്കെ ഇങ്ങനെ PM-മാരായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും അവകാശമുള്ളതുകൊണ്ട് തന്നെ, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ നിയമിക്കപ്പെട്ടത് എന്ന രീതിയിലൊക്കെ വളരെ ലാളിത്യത്തോടു കൂടിയിട്ട് വാർത്ത വായിക്കാൻ എങ്ങനെയാണ് ഈ മാപ്രകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. എന്തായാലും ഈ വാർത്ത വായനയിലെ ഒരു ദുഃഖം, ഇതിന് പുറകില് ഒരു വയലിന്റെ ഒരു സാഡ് മ്യൂസിക് ബീറ്റ്. ലെറ്റ് മീ ട്രൈ സം സാഡ് മ്യൂസിക് ബീറ്റ്. പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ വായിച്ച ആ ഒരു ലോക്കലൈസ്ഡ് ബിറ്റ് തന്നെ അവിടെ കൊണ്ടുപോയി വെക്കണമെന്നല്ല. ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഒന്ന് കേട്ടോക്കൂ. വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തന്റെ ഭാര്യ സഹോദരൻ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് ബന്ധുവിന്റെ അഡീഷണൽ യോഗ്യത കണക്കിലെടുത്താണ്. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി, യൂത്ത് കോൺഗ്രസ് തലത്തിൽ സംഘടനാ ചുമതല, നിലവിൽ DCC ജനറൽ സെക്രട്ടറി, ഇത് മാത്രമാണോ യോഗ്യത? അതിനപ്പുറം അളിയൻ എന്നതാണോ യോഗ്യതയ്ക്ക് അടിസ്ഥാനം? ഒരു ബലം പോരാ അല്ലേ? ആ വാർത്ത വായനയ്ക്ക് ഒരു പവർ പോരാ. ഇത് CPM-കാരാവണം. അളിയനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള വാക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കേൾക്കണേ. സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്കും മിണ്ടുന്നില്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ പറഞ്ഞതുപോലെ കൊടി പിടിച്ചു നടക്കുന്നവർക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല. സ്വന്തക്കാരെയും ബന്ധുക്കളെയും കുത്തിനിറച്ച് നിയമനം നടക്കുമ്പോൾ തെരുവിൽ സമരത്തിനിറങ്ങുന്നവർ പുറംതള്ളപ്പെടുമെന്ന് അന്ന് VD സതീശൻ പറഞ്ഞത് KK രാഗേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ധാർമ്മികത സർക്കാർ കാലത്ത് PK ശ്രീമതിയും EP ജയരാജനും AN ഷംസീറും KT ജലീലും KK രാഗേഷും ബന്ധനിയമനങ്ങളിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ളൂ. ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പ്രതിക്കൂട്ടിലാവുക മാത്രമല്ല, അത് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ. അതിനെല്ലാം കൃത്യമായിട്ടും അവർ അവകാശപ്പെട്ടതുകൊണ്ട് തന്നെയാണ് കിട്ടിയത്. അല്ലാതെ അനധികൃത നിയമനം ഒന്നുമല്ല
എന്ന് എല്ലാവർക്കും അന്ന് ബോധ്യമായ ഒരു വിഷയമാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചത്, ഈ ഇങ്ങനെ അളിയന്മാരൊക്കെ ഒരു നാണവും മാനവും ഇല്ലാതെ, നാണവും മാനവും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവേണ്ടല്ല, അവർ നിയമിക്കപ്പെടുമ്പോൾ ഈ മാധ്യമപ്രവർത്തകരൊക്കെ എന്തുകൊണ്ടാണ് ഇതിൽ അത്രയൊന്നും തുള്ളാത്തത്? ഗംഭീരമായ തുള്ളു എന്ന് കേൾക്കാനില്ല. ഇനിയും വേണമെങ്കിൽ കേട്ടോളൂ. മുൻ ഇടത് സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ വജ്രായുധമായിരുന്നു ബന്ധു നിയമന വിവാദങ്ങൾ. ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഇ.പി. ജയരാജന്റെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ.ടി. ജലീലിന്റെയും രാജിക്ക് കളമൊരുക്കിയതും ബന്ധുത്വ നിയമന വിവാദങ്ങളായിരുന്നു. ഒപ്പം പി.കെ. ശ്രീമതിയും കെ.കെ. രാഗേഷും എ.എൻ. ഷംസീറും എം.പി. രാജേഷും ഉൾപ്പെടെ ഇടത് നേതാക്കൾക്കെതിരെ ബന്ധുത്വ നിയമന ആരോപണങ്ങളുമായി കോൺഗ്രസ് പ്രതിഷേധ കടലൊരുക്കി. യെസ്, അന്ന് ഇങ്ങനത്തെ ആരോപണങ്ങൾ വന്ന സമയത്ത് ശരി, ഞങ്ങൾ രാജിവെച്ച് ആ ആരോപണത്തെ നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് കെ.ടി. ജലീലടക്കം. ഇനി ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹം, നമ്മുടെ വൈദ്യുതി മന്ത്രി, ഇങ്ങനെ നടത്തിയ വളരെ സിമ്പിളായിട്ട് ഒരു മനക്ലേശവുമില്ലാതെ നടത്തിയ ഈ ഒരു ബന്ധു നിയമനത്തിൽ, അളിയനെയാണ് കേട്ടോ, സ്വന്തം അളിയനെ പി എ ആയിട്ട് നിയമിച്ച ഈ ഒരു ബന്ധു നിയമനത്തിൽ രാജിവെച്ച് അന്വേഷണം നേരിടാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ബാക്കി കേൾക്കാം. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും അധ്യാപക നിയമനങ്ങൾ CPM-ന്റെ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കായി റിസർവ് ചെയ്തിരിക്കുകയാണ്. 10 വർഷത്തെ ഇത് അദ്ദേഹം അന്ന് പറഞ്ഞതാ. ഒരു 10 വർഷത്തെ ഒരു വലിയ കണക്കിനിടയ്ക്കാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതേ സംഗതികൾ വീണ്ടും ഒരു ബൂമറാങ്ക് പോലെ തിരിച്ചടിക്കുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.